നമസ്കാരം. ഡിവൈൻ ആസ്ട്രോ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ ഈ ജീവിതത്തിൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ, ചില ചെറിയ ശീലങ്ങൾ, അവ എങ്ങനെ നമ്മുടെ നവഗ്രഹങ്ങളെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ ആ ഗ്രഹങ്ങളെ നമുക്ക് എങ്ങനെ അനുകൂലമാക്കാം എന്നതിനെക്കുറിച്ചാണ്. വളരെ ലളിതമായ കാര്യങ്ങൾ ചെയ്ത് എങ്ങനെ നമ്മുടെ ഗ്രഹങ്ങളെ സന്തോഷിപ്പിക്കാം, അതാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതെ, ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചൊവ്വയെക്കുറിച്ചാണ്. ചൊവ്വാഗ്രഹത്തെക്കുറിച്ച് ഇന്ന് ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് സംസാരിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, കാരണം ഇന്നത്തെ ഈ ഒരു അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കറിയാവോ, ചൊവ്വാഗ്രഹം എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ ഒരു വലിയ റോൾ വഹിക്കുന്ന ഒരു ഗ്രഹമാണ്. മനസ്സിന്റെ ശക്തി, ആവേശം, സന്തോഷം. ചൊവ്വ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ഫയർ, ഒരു എനർജി, ഒരു സ്പീഡ്, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടാവും. നിങ്ങളുടെ ജനന തീയതി, ജനന സമയം, ഒപ്പം നിങ്ങളുടെ ജാതകം, ഇവയെല്ലാം ചേർന്നാണ് ചൊവ്വാഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്ന് തീരുമാനിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ സന്തോഷത്തെയും നമ്മുടെ മനസ്സിന്റെ അവസ്ഥയെയും പ്രതിഫലിക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ. നിങ്ങളുടെ ജനന തീയതിയോ അല്ലെങ്കിൽ ജനന തീയതിയുടെ തുകയോ 9 ആണെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ഗ്രഹം ചൊവ്വയായിരിക്കും. ഇതൊരു ചെറിയ സൂചനയാണ്. നിങ്ങളുടെ ഉള്ളിൽ എത്രമാത്രം ഊർജമുണ്ട്, എത്രമാത്രം പ്രവർത്തനശേഷിയുണ്ട് എന്നതിനെയെല്ലാം ഈ ചൊവ്വാഗ്രഹം സ്വാധീനിക്കുന്നുണ്ട്. അപ്പം ഈ ചൊവ്വ എന്ന് കേൾക്കുമ്പോൾ, അതായത് മാർസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് യുദ്ധവും വഴക്കും ഒക്കെ ഓർമ്മ വരും. പക്ഷേ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള എനർജിയെ കുറിച്ചാണ്. ഈ ചൊവ്വയെക്കുറിച്ച് പറയുമ്പോൾ ഓർക്കേണ്ട പ്രധാന വാക്കുകൾ എന്തൊക്കെയാണെന്ന് അറിയാവോ? പ്രവർത്തനം, അതായത് ആക്ഷൻ, വേഗത, സ്പീഡ്, പിന്നെ മടിയില്ലാത്തൊരു സ്വഭാവം. ചില ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു കാര്യവും നാളേക്ക് വെക്കാതെ അപ്പോൾ തന്നെ ചെയ്തു തീർക്കുന്നവരെ. രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ അവരുടെ ജോലികൾ തുടങ്ങും. ഒരു മടിയുമില്ലാതെ കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്തു തീർക്കും. അവർക്കൊരു തരം തിരക്കുണ്ടാവും. ഒരു കാര്യത്തിൽ നിന്ന് അടുത്ത കാര്യത്തിലേക്ക് വളരെ വേഗത്തിൽ പോകുന്ന സ്വഭാവം. ഒരുപാട് ആലോചിച്ച് സമയം കളയാതെ കണ്ട കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തു തീർക്കുന്നവരെ കണ്ടിട്ടില്ലേ? അതാണ് ചൊവ്വയുടെ ശക്തി. ഒരവസരം കിട്ടിയാൽ അത് പാഴാക്കാതെ ഉടനെ തന്നെ അതിലേക്ക് ഇറങ്ങിച്ചെല്ലും. ഇത് വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്. ഈ ആക്ഷൻ സ്പീഡ് നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ജോലിയിലും ബിസിനസ്സിലും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങൾക്ക് എത്ര നല്ല ഐഡിയാസ് ഉണ്ടായാലും അത് നടപ്പിലാക്കിയില്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ലല്ലോ, അല്ലേ? നമ്മുടെ ചുറ്റും നോക്കിയാൽ നമുക്കിത് മനസ്സിലാകും. ചിലർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ മറ്റു ചിലരാകട്ടെ എല്ലാറ്റിനും മടി കാണിച്ച് കാര്യങ്ങൾ നീട്ടിവെച്ച് അവസാനം ഒന്നും ചെയ്യാതെ വിഷമിച്ചിരിക്കും. ഈ വ്യത്യാസത്തിന് പിന്നിൽ ചൊവ്വയുടെ സ്വാധീനം ഒരു പ്രധാന ഘടകമാണ്. ചൊവ്വയ്ക്ക് ശക്തിയുള്ള ഒരാൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ടാവും. അതാണ് കാര്യനിർവഹണ ശേഷി, അതായത് എക്സിക്യൂഷൻ പവർ. ഇതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് നല്ല ആശയങ്ങൾ ഉണ്ടാകാം. അയ്യോ, എനിക്കിതൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ആവണം എന്നൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിക്കും. പക്ഷേ ഈ ആശയങ്ങളെ വെറും സ്വപ്നങ്ങളാക്കാതെ അതിനെ യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവാണ് കാര്യനിർവഹണ ശേഷി. ചൊവ്വ ശക്തനായ ഒരാൾക്ക് ഒരാശയം മനസ്സിൽ വന്നാൽ അതിനെ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് വളരെ വ്യക്തമായ ഒരു ധാരണയുണ്ടാകും. അവർ അതിനായി ഉടൻ തന്നെ പ്രവർത്തിച്ചു തുടങ്ങും. പക്ഷേ ചില ആളുകൾ പറയും, എൻ്റെ മനസ്സിൽ ഒരുപാട് ഐഡിയകളുണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് നടപ്പിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം മനസ്സിൽ പറയാറുണ്ടോ, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, ഇതൊക്കെ വെറും സ്വപ്നങ്ങളാണ്, ഇതൊരിക്കലും നടക്കില്ല എന്നൊക്കെ. നമ്മുടെ സംസാരത്തിൽ നമ്മൾ അറിയാതെ ചില നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കാറില്ലേ? ഉണ്ട്. അതായത് കഴിയില്ല, സാധ്യമല്ല, നടക്കില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചൊവ്വയെ നിങ്ങൾ ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് എനർജി ഉണ്ട്. അത് പുറത്തു വരാത്തത് ഈ നെഗറ്റീവ് ചിന്തകൾ കൊണ്ടാണ്. നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് ഈ നെഗറ്റീവ് വാക്കുകളെ ഒഴിവാക്കാൻ ശ്രമിക്കുക. എനിക്ക് ചെയ്യാൻ കഴിയും, ഞാനിത് ചെയ്യും, ഇത് സാധ്യമാണ് എന്ന് സ്വയം പറയാൻ ശീലിക്കുക. എന്ത് കാര്യത്തിനും, അത് വളരെ ചെറുതാണെങ്കിൽ പോലും, ഇത് നടക്കില്ല എന്ന് പറയുന്നതിന് പകരം ഞാൻ ശ്രമിച്ചു നോക്കാം, എനിക്കിത് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു തുടങ്ങുക.
നിങ്ങൾ ഈ നെഗറ്റീവ് വാക്കുകൾ നിയന്ത്രിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയാമോ? നിങ്ങളുടെ പ്രവർത്തന വേഗത തടസ്സമില്ലാതെ മുന്നോട്ട് പോകും. കാരണം ചൊവ്വ എന്നത് പ്രവർത്തനത്തെയും വേഗതയെയും കുറിച്ചുള്ള ഗ്രഹമാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ ഊർജത്തെ നിങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ മികച്ച എക്സിക്യൂഷൻ പവറുള്ള ഒരാളായിട്ട് മാറും. നിങ്ങളുടെ സ്വപ്നങ്ങളും ആശയങ്ങളും യാഥാർത്ഥ്യമാകും. വളരെ ലളിതമായ ഒരു കാര്യമാണിത്. നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. നമ്മുടെ വാക്കുകളാണ് നമ്മുടെ ചിന്തകളെയും പിന്നീട് നമ്മുടെ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്നത്. നിങ്ങൾ നെഗറ്റീവ് വാക്കുകൾ കുറച്ച് പോസിറ്റീവ് വാക്കുകൾ കൂടുതൽ ഉപയോഗിച്ച് നോക്കൂ. നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ഊർജം വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾ അറിയാതെ തന്നെ കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തു തീർക്കാൻ തുടങ്ങും. കാര്യങ്ങൾ മടി കൂടാതെ ചെയ്യും. നിങ്ങൾ ഈ ലളിതമായ മാറ്റം വരുത്തി നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ചൊവ്വാഗ്രഹം എങ്ങനെ നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ ഈ ചെറിയ ശീലം, അതായത് നല്ല വാക്കുകൾ മാത്രം ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കില്ലേ? അപ്പോൾ ഈ ചൊവ്വാഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫയർ കൊണ്ടുവരുന്നു. ആവേശം, ധൈര്യം, ആക്ഷൻ. ഈ ലളിതമായ ശീലങ്ങൾ, പോസിറ്റീവ് വാക്കുകൾ, ചുവപ്പ് നിറം, ആക്ഷൻ, ദേഷ്യം നിയന്ത്രിക്കൽ, വ്യായാമം, ഇവ ശീലമാക്കൂ. നിങ്ങളുടെ ജീവിതം കൂടുതൽ ഊർജ്ജസ്വലവും സന്തോഷകരവുമാകും. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത വിഷയവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ജീവിതം കൂടുതൽ ഊർജ്ജസ്വലമാകട്ടെ, സന്തോഷകരമാകട്ടെ.